ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് മൈ ചാനൽ. ഐ ആം ആകാശ് ആൻഡ് യു വാച്ചിങ് ആകാശ് സ്റ്റോറിയ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരാളെയും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. 3 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കുറെ ലോങ് വീഡിയോസ് എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ലോങ് വീഡിയോസിന്റെ ബാക്കിൽ, അതായത് ക്യാമറ പിടിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഞാൻ ഫ്രെയിമിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതായത് എന്റെ ചാനലിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം അത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ അല്ല, എന്റെ ഏച്ചിയാണ്. അപ്പം വാടി ഭയങ്കര നാച്ചുറൽ ആയിരുന്നു അഭിനയം. അപ്പൊ നമ്മളൊന്ന് വന്നത് ഒരു IQ ടെസ്റ്റിന്റെ ഒരു ഭാഗമായിട്ടാണ്. എന്റെ ഏച്ചിക്ക് IQ വളരെ കൂടുതലാണെന്നാണ് ഇവളൊരു അഭിപ്രായം. അപ്പൊ എന്നെ തോപ്പിക്കാൻ പറ്റുമോ നോക്കണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, IQ ടെസ്റ്റ് എന്താണെന്ന് അറിയാവോ? അപ്പം ഇവക്കില്ലാത്ത കാര്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എനിക്കുണ്ട്. അപ്പം നമുക്ക് നോക്കാല്ലേ. സം ടെക്നിക്കൽ പ്രോബ്ലം, നമ്മളത് ക്ലിയർ ആക്കി പെട്ടെന്ന്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ചോദ്യം. ഗുരുജി വേണ്ടല്ലേ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരിക്കൽ ഒരു കള്ളൻ ജയിൽ ചാടാൻ തീരുമാനിച്ചു. അവൻ രക്ഷപ്പെടാനായി ഒരു തുരങ്കമുണ്ടാക്കി. വഴിയിൽ വെച്ച് കഴിക്കാനായി അവൻ ഹോട്ട് ഡോഗ്സും കൈവശം വെച്ചിരുന്നു. അവൻ ഉണ്ടാക്കിയ വഴിയിലൂടെ രക്ഷപ്പെടാൻ തുടങ്ങി. വഴിയുടെ അവസാനം അവൻ 3 വാതിലുകൾക്ക് മുന്നിലെത്തി. ഒന്നാമത്തെ വാതിലിനുള്ളിൽ അതിശക്തനായ ഒരു പോലീസ് ഓഫീസറാണുള്ളത്. അവൻ ആ വാതിൽ തുറക്കുകയാണെങ്കിൽ ആ പോലീസ് ഓഫീസർ കള്ളനെ കീഴ്പ്പെടുത്തി തിരികെ ജയിലിൽ കൊണ്ടുപോകും. രണ്ടാമത്തെ വാതിലിനുള്ളിൽ ഒരു ജയിൽ പുള്ളിയുടെ പ്രേതമാണുള്ളത്. അവൻ ആ വഴിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആ പ്രേതം അവനെ കൊന്ന് അവന്റെ രക്തം കുടിക്കും. ഏറ്റവും ശൗര്യമുള്ള നായയാണുള്ളത്. കൂടാതെ അത് വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. കള്ളൻ ആ വാതിലൂടെ പോയാൽ ആ നായ കള്ളനെ കടിച്ചു കൊല്ലും. കള്ളൻ ഇതിൽ ഏത് വാതിലാണ് തിരഞ്ഞെടുക്കുക? എന്താ നിനക്കെന്താണ് തോന്നുന്നത്? ഞാൻ പറയാം, പോലീസുകാരനോടൊക്കെ പോവില്ല. ബിക്കോസ് പോലീസുകാരെ അടിച്ച് അല്ല, പോലീസുകാരെ അടിച്ചോണ്ടല്ല ജയിലിൽ പോവല്ലോ. ജയിലല്ലേ പോവാ, മരിക്കൂലോ. ബാക്കിനോടൊക്കെ പോയി മരിക്കൂലേ? അല്ല, ഇതിപ്പോ രക്ഷപ്പെട്ടു പോകണ്ടേ അവന്? രക്ഷപ്പെട്ടു പോണം, പക്ഷെ അവന് പിന്നെ ഒരു അവസരം കിട്ടുമല്ലോ രക്ഷപ്പെടാൻ. അതിനകത്ത് ഇപ്പൊ എന്തായാലും അവന് മരിക്കണം എന്ന് ആഗ്രഹമില്ലല്ലോ. മനസ്സിലായി. അവനോടൊക്കെ തിന്നാൻ സാധനമില്ലേ, അത് നായിക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ നായിന്റെ വഴിയിലായിരിക്കും പോവുക. മനസ്സിലായ കള്ളൻ മൂന്നാമത്തെ വാതിൽ തിരഞ്ഞെടുക്കും. അവന്റെ കൈവശം ഹോട്ട് ഡോഗ്സ് ഉണ്ടല്ലോ. അവനത് നായകനിലൂടെ രക്ഷപ്പെടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുവിന് ഒരു കാർ ഓടിക്കാൻ ആഗ്രഹം തോന്നി. അതുകൊണ്ട് മനു ഒരു കാർ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അയാൾ ഒരു മാളിന്റെ പാർക്കിംഗ് ഏരിയയിൽ 3 കാറുകൾ കണ്ടു. ഈ 3 കാറുകളും ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ, ഇതിൽ ഏത് കാറായിരിക്കും മനുവിന് മോഷ്ടിക്കാൻ എളുപ്പം? നീല ഷർട്ടിൽ അങ്ങനെ പച്ചയിലിട്ടിന് കാറിനുള്ളിൽ നോക്ക്, പച്ചയിട്ടിന് കാറിനുള്ളിൽ തന്നെയല്ലേ പിന്നെ മോഷ്ടിക്കുന്നു. മറ്റേ മഞ്ഞ കാറിൽ ആരും ഉണ്ടല്ലോ. ഇതില് ഏതാണ്? അനക്കൊന്ന് ഫസ്റ്റത്തെ കാറാണ്. കാരണം അത് എടുത്തിട്ട് അവൻ വേഗം പോവാലോ. മീൻസ് നടുക്കത്തെ കാറൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മനു ഒരു കാർ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അയാൾ ഒരു മാളിന്റെ പാർക്കിംഗ് ഏരിയയിൽ 3 കാറുകൾ കണ്ടു. ഈ 3 കാറുകളും ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞു ഫസ്റ്റാ. ഞാൻ പറയുന്നത് തേർഡ് കാർ പിന്നെ എവിടെയുള്ളേ? തേർഡ് കാർ പിന്നെ എവിടെയുള്ളേ? ബാക്കിലല്ലേ? എല്ലാവരും ബാക്കോട്ട് എടുത്തിട്ട് പോയിക്കൂടെ? ഉറപ്പിച്ച പിന്നെ ബാക്കോട്ട് എടുക്കാൻ വലിയ ഗിയർ ഫസ്റ്റ് എടുത്ത തേർഡ് എടുത്ത കണക്കല്ലേ? ഒന്നാമത്തെ കാറിന് മുകളിൽ ക്യാമറയുണ്ട്. അതുകൊണ്ട് ആ കാർ മോഷ്ടിച്ചാൽ പിടിക്കപ്പെടും. രണ്ടാമത്തെ കാറിനുള്ളിൽ ഡ്രൈവർ ഉണ്ട്. ആ കാർ മോഷ്ടിക്കുന്നതാണ് എളുപ്പം. മനു അതല്ല, നീ പറഞ്ഞ ആൻസർ കറക്റ്റ്. ലോജിക്കല്ല സംഭവമല്ല. ആൻസർ കറക്റ്റാണോ?
അത് മതി. നിനക്ക് ചിന്തിക്കാനുള്ള ആൻസർ കഴിവില്ല. കറക്റ്റ് ആണോ ഇല്ലയോ You എന്നുള്ള don't എല്ലാ tell me കാര്യം IQ, ആൻസർ okay? കറക്റ്റ് ആണോ You ഇല്ലയോ don't എന്നല്ല IQ, okay? ആവുന്നല്ല. എടാ. ഞാൻ അടുത്ത ദിവസം നോക്കാം. ഞങ്ങൾക്ക് 2 പോയിന്റ് കിട്ടി. 2 കേട്ടോ. താഴത്തെ എഴുതിക്കാണ് കേട്ടോ. 2-0 2-0 2-0 ബാങ്ക് എക്സിന്റെ മാനേജർ ഇന്നലെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. ഇന്ന് രാവിലെ ബാങ്ക് എക്സിൽ ഒരു വാഷിംഗ് മെഷീനല്ലത് തേങ്ങ അവിടെ ലോക്കൽ എന്റെ വീട്ടിലെ വാഷിംഗ് മെഷീൻ അറിയാത്തോണ്ട് മോഷണം നടന്നു. പോലീസിന് ബാങ്ക് മാനേജറെ കണ്ടെത്താനായില്ല. അവർ ഡിറ്റക്റ്റീവ് മെഹുലിന്റെ സഹായം തേടി. മെഹുലിന് ആരുടെയോ നേരത്തെ ഫോൺ കണ്ട വന്നു. പെണ്ണുങ്ങളല്ലേ? അയാൾ ബാങ്ക് മാനേജറുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. മെഹുൽ അവിടെ എത്തിയപ്പോൾ മാനേജറിനെ ആരോ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. മാനേജർ പറഞ്ഞു, ഇന്നലെ കിഡ്നാപ്പേഴ്സ് എന്നെ ഇവിടെ കെട്ടിയിട്ടു. അവർ എന്നെ കൊണ്ട് ബാങ്ക് ലോക്കറിന്റെ കോഡ് പറയിപ്പിച്ചു. അപ്പോൾ തന്നെ അവർ പോയി. പിന്നെ തിരികെ വന്നിട്ടില്ല. എന്താ മാനേജർ സത്യമാണോ പറയുന്നത്? ഐ തിങ്ക് മാനേജറിനെ ഇയാള് കള്ളന്മാർ കെട്ടിയിട്ട് അറിയും. പഴം കാണുന്നുണ്ട്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ബുദ്ധി വെച്ച് നോക്കണം. ആടെ ഒരു പഴം കടിച്ചു വെച്ചാൽ കാണുന്നുണ്ട്. അത് കണക്കും കാണുന്നുണ്ട്. ആ ബുദ്ധി കരക്ക് കാണുന്നില്ല. പക്ഷെ അതിനെന്തൊരു ഇതുണ്ടാവുമല്ലോ. മനസ്സിലായ? ചിലപ്പോ ഇയാൾ തന്നെയാണ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. ഒന്നുകൂടി കാണല്ലേ. വാഷിംഗ് മെഷീൻ കാർ എടുക്കണ്ട വാഷിംഗ് ബാങ്ക് എക്സിന്റെ മാനേജർ ഇന്നലെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. ഇന്ന് രാവിലെ ബാങ്ക് എക്സിൽ ഒരു മോഷണം നടന്നു. പോലീസിന് ബാങ്ക് മാനേജറെ കണ്ടെത്താനായില്ല. അവർ ഡിറ്റക്റ്റീവ് മെഹുലിന്റെ സഹായം തേടി. മെഹുലിന് ആരുടെയോ ഫോൺ വന്നു. അയാൾ ബാങ്ക് മാനേജറുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. മെഹുൽ അവിടെ എത്തിയപ്പോൾ മാനേജറിനെ ആരോ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. മാനേജർ പറഞ്ഞു, ഇന്നലെ കിഡ്നാപ്പേഴ്സ് എന്നെ ഇവിടെ കെട്ടിയിട്ടു. അവർ എന്നെ കൊണ്ട് ബാങ്ക് ലോക്കറിന്റെ കോഡ് പറയിപ്പിച്ചു. അപ്പോൾ തന്നെ അവർ പോയി. പിന്നെ തിരികെ വന്നിട്ടില്ല. എന്താ മാനേജർ സത്യമാണോ പറയുന്നത്? അയാൾ പറയുന്നത് പൊട്ടത്തേതാണ്. നിങ്ങൾക്ക് യുദ്ധം നിങ്ങൾ കമന്റ് ചെയ്യാം. അയാൾ എനിക്ക് ക്വസ്റ്റ്യൻ തന്നെ ഒരു പൊട്ടത്തേ മനസ്സിലാവില്ല. ഇതില്ലേ സംഭവം തരൂ നോക്കാതെ. അയാളെ കെട്ടിയിട്ടിട്ട് അയാൾ പറയുന്ന സത്യമാണോ കള്ളാണോ നമ്മൾ വിളിച്ച് എങ്ങനെയാണ് മനസ്സിലാവുക? അത് അയാൾക്കല്ലേ അറിയുക. നമ്മള് കണ്ടുപിടിക്കാൻ നമ്മളെ ഐക്യ ടെസ്റ്റിന്റെ വീഡിയോ ഇതെന്താ ഐക്യു ടെസ്റ്റ്? ഇതാണ് നമുക്ക് ഉത്തരം നോക്കാം. എന്റെ സ്ഥിരമായ ബുദ്ധി വെച്ചിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചിന്തിക്കാൻ പറ്റും, പക്ഷേ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണം. ഭയങ്കര ചൂട്. മാനേജർ കള്ളമാണ് പറയുന്നത്. കണ്ണടക്കുന്നുണ്ട്. മാനേജർ കള്ള പറയുന്നത്. അതൊക്കെ പണ്ടേ തോന്നിയതാ. പിന്നെ ഇവക്ക് ഒരു അവസരം കൊടുക്കണ്ടേ. അതുകൊണ്ട് പിന്നെ നമുക്ക് ഡ്രോ ആക്കാന്ന് വെച്ച്. മനസ്സിലായി? ഇവക്കൊരു അവസരം കൊടുക്കും. ഇവക്ക് 0, എനിക്ക് 2. ഓക്കെ, വീഡിയോ. പഴത്തിന്റെ തൊലി പൊളിച്ച് അതാരോ കഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞതാട്ടാ. ഇത് ഞാൻ മുമ്പേ പറഞ്ഞു. ഇവിടെ ഫോർവേഡ് അടിക്കാൻ വേണ്ടി ഞാൻ പിന്നെ അടിച്ചിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ എന്തായാലും ഈ ഒരു സാധനം വീഡിയോ ആദ്യം കണ്ടു. ആ വീഡിയോ നീയല്ലേ അഭിനയിച്ചിട്ട് ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോ എടുത്ത് അത് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോ ഈ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെടുന്നില്ല. ചിന്തിക്കാനുള്ള ബുദ്ധിയിലാണ്. എനിക്ക് ചിന്തിക്കാൻ പറ്റൂ. പക്ഷെ ഈ വീഡിയോ ഇവിടെ കണ്ടുപിടിച്ചത് ഇപ്പൊ ഇവിടുന്ന് കണ്ടുപിടിച്ച. ഇന്നലെ രാത്രി കണ്ടുപിടിച്ചൊരു വീഡിയോ ഉണ്ട്. അത് ഓള് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പൊക്കിയൻ ഇപ്പൊ ഇവിടെ കണ്ടുപിടിച്ച വീഡിയോ ഞങ്ങൾക്ക് അറിയാൻ പോലും അത് ഇപ്പോൾ തന്നെ കറുത്തിട്ടുണ്ടാകും. മാനേജർ കള്ളമാണ് പറയുന്നത്. എപ്പിടി നീ അങ്ങനെ പറഞ്ഞിട്ടില്ല. കിഡ്നാപ്പർ കഴിച്ചതല്ല, അയാള് കഴിച്ചാന്ന് പറഞ്ഞ. അയാളെ പഴം ഉണ്ടായി. പഴത്തിൽ എന്തോ ഒരു ഇതുണ്ട്. അതാ തീയെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. മുംബൈ നഗരത്തിൽ അതിശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. മഴ കാരണം നഗരത്തിലെ വൈദ്യുതി ഇല്ലാതായി. നഗരം പൂർണ്ണമായും ഇരുട്ടിലായി. സന വല്ലാതെ ഭയപ്പെട്ടു. കാരണം അവൾ ഒരുപാട് സ്വർണവും പണവും തന്റെ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവൾ മുറിയിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണവും പണവുമെല്ലാം മോഷ്ടിക്കപ്പെട്ടതായി കണ്ടു. അവൾ ഉടൻ തന്നെ ഇൻസ്പെക്ടർ ഗൺപതിനെ വിളിച്ച് വിവരം അറിയിച്ചു. ഉടൻ തന്നെ ഇൻസ്പെക്ടർ ഗൺപത് അവിടെ എത്തിച്ചേർന്നു. സന പറഞ്ഞു, ഈ പണത്തിന്റെ കാര്യം 3 പേർക്ക് മാത്രമാണ് അറിയാവുന്നത്. ഇൻസ്പെക്ടർ അവരെ ചോദ്യം ചെയ്തു. രോഹൻ പറഞ്ഞു, എനിക്ക് നന്നായി ഉറക്കം വന്നു. കൂടാതെ ലൈറ്റും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറങ്ങുകയായിരുന്നു. വേണമെങ്കിൽ എന്റെ റൂമിലെ CCTV ഫൂട്ടേജസ് നോക്കാം. അവന്റെ അവിടെ ക്യാമറ അവൻ എണീച്ച് കഴിഞ്ഞാൽ അവനാണ് നോക്കാം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു. ക്യാമറ എനിക്കൊരു കൊച്ചു കുട്ടിയുണ്ട്. വെളിച്ചമില്ലാത്തതിനാൽ അവൻ വല്ലാതെ പേടിച്ചു. ഞാൻ അവന് കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. രാജ് പറഞ്ഞു, വെളിച്ചമില്ലാത്തതിനാൽ ഞാൻ മെഴുകുതിരി കത്തിച്ച് പുസ്തകം വായിക്കുകയായിരുന്നു. നിങ്ങൾ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. ഇൻസ്പെക്ടർ 3 പേരുടെയും മറുപടികൾ കേട്ടു. അതിനുശേഷം അവർ പറഞ്ഞ 3 സ്ഥലങ്ങളും പോയി നോക്കി.
അങ്ങനെ മനസ്സിലായി ആരാണ് ഈ യഥാർത്ഥ മോഷ്ടാവെന്ന്. എങ്ങനെ നിങ്ങൾക്ക് പറയാമോ? ആലോചിക്കൂ. നിങ്ങൾ ആ പെണ്ണ് സ്വർണ്ണല്ലേ? പെണ്ണ് പെണ്ണാ? പെണ്ണ്. ആ ഓക്കെ. അപ്പോ ഇല്ലേ, നീ പറയുന്ന വെച്ചാൽ പെണ്ണ്. മറ്റേ വെളിച്ചമില്ലാത്തപ്പോ എങ്ങനെയാ ബുക്ക് വായിച്ചു കൊടുക്കുക അല്ലെ? കറണ്ട് പോയി നോട്ടില്ലേ? ഓക്കെ, നിനക്കൊരു പോയിന്റ് ഇരിക്കട്ടെ. അപ്പൊ എന്നാലും ഞാൻ ഇതില് യോജിക്കണ. നീ എന്നാ പറ. പറയാ പറയല്ലോ. വരൂ, നമുക്കിതിന്റെ ഉത്തരം നോക്കാം. ഇവിടെ 2 പേരാണ് കള്ളം പറയുന്നത്. രോഹനും രാജുമാണ് അവർ. ലൈറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് CCTV-യിൽ ഒന്നും കാണാൻ കഴിയില്ല. അങ്ങനെ നോക്കുമ്പോൾ രോഹൻ പറഞ്ഞത് അയ്യോ, അത് ശരിയല്ലേ, കറണ്ട് ഇല്ലാത്ത CCTV എങ്ങനെ വർക്ക് ചെയ്യാ? അത് പോയിന്റ് ആണ് കേട്ടാ. അയ്യാ, അല്ല അതിനെന്താ? എന്നാ തോനെ എടുത്തൂടെ? CCTV കൊണ്ട് CCTV ചെക്ക് ചെയ്യാൻ പറ്റില്ലേ മോനെ? അപ്പൊ ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, വീഡിയോ റെക്കോർഡ് ആവൂലല്ലോ, കറണ്ട് ഇല്ലാലോ. കള്ളമാണ്. രാജ് പറഞ്ഞത് പുസ്തകം വായിച്ച് താൻ ഉറങ്ങിപ്പോയി എന്നാണ്. പക്ഷേ ഈ ചിത്രത്തിലുള്ള മെഴുകുതിരി നോക്കുമ്പോൾ അതിൽ അല്പം പോലും മെഴുക് ഉരുകിയിട്ടില്ല. അതുകൊണ്ട് അവനും കള്ളമാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ നോക്കട്ടെ, ഈ മറ്റേ കുട്ടിയെ തട്ടിയുള്ള കുട്ടി ഇവള് പറഞ്ഞ ഉത്തരം അത് ശരിക്കും ശരിയാവേണ്ടതാണ്. ലൈറ്റ് ഇല്ലാത്ത മെഴുകുതിരി കത്തിക്കുന്ന അങ്ങനെ പറ്റില്ലല്ലോ, കറണ്ട് ഇല്ലല്ലോ, പിന്നെ ശരിയാണല്ലോ. ഇവള് പറഞ്ഞതും തെറ്റാണ്. ഇവക്ക് പോയിന്റ് ഇല്ല, ഇവക്ക് 0. അനക്കുവാനായി നേരത്തെ മൂന്നാമത്തെ പോയിന്റ് എടുക്കാം. ഞാൻ പറയാത്ത ഉത്തരം ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകെ. ഈ 2 ചിത്രങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് പറയൂ ഇതിലാകെ എത്ര വ്യത്യാസങ്ങളാണ് ഉള്ളത്. സാവധാനം നോക്കൂ. പൂച്ചപ്പട്ടി. പൂച്ചപ്പട്ടി. ഓക്കെ, പൂച്ചപ്പട്ടിയാണോ? പിന്നെ ഇയാളെ ഇയർഫോൺ, ഹെഡ്ഫോൺ ബ്ലാക്ക് അവിടെ. പിന്നെന്നാ, നിങ്ങളും കൂടെ കണ്ടുപിടിക്കട്ടാ. ഓക്കെ, കമന്റ് ഈ ട്രക്ക് ഇല്ല, ഇവിടെ ട്രക്ക് ഉണ്ട്. പിന്നെന്നാ ഉണ്ടല്ലോ, എത്ര ഉണ്ട് ടോട്ടലി? ഈ ചില്ല് പൊട്ടീന്, ചില്ലിന്റെ ഇതില്ല, ഗ്ലാസിന്റെ പൊടികളില്ല. ആ ക്ലോക്ക് മറ്റേ ഇവിടെ അല്ലാതെ ഡിഫറൻസ് ഇല്ല. ഇത്ര ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നിങ്ങളെ വായിനൊന്നും ഉണ്ടാവില്ലല്ലേ? പല്ലുണ്ടല്ലോ, അയാൾക്കത് പല്ലുണ്ട്. പല്ലിന്റെ ഒന്നും പറ്റിട്ടല്ലേ? ബാക്കി നമ്മൾ സെറ്റ് ആക്കിയില്ലേ? നീ ആകെ പറഞ്ഞത് ഇതാണ് പൂച്ചേന്റെ ഡിഫറൻസ്. ബാക്കി ഞാൻ പറഞ്ഞു, ഈ ട്രക്കും ഈ ഹെഡ്ഫോണും. അത് നീ എന്തിനാ പറയുന്നേ? കണ്ടുപിടിക്കാം. ഇതിലാകെ 5 വ്യത്യാസങ്ങളാണ് ഉള്ളത്. 1, ഈ വീടിന്റെ ജനലുകൾ. 2, ഇയാളുടെ ഹെഡ്സെറ്റിന്റെ നിറം. 3, അവിടെ ഉണ്ടായിരുന്ന ട്രക്ക്. 4, ഈ ജനലിന്റെ പൊട്ടിയ ചില്ലുകൾ. 5, ഇവിടെ പൂച്ചയ്ക്ക് പകരം നായയാണ് ഉള്ളത്. മനസ്സിലായി ഇതില്ലേ? അപ്പൊ അതിന്റെ അകത്ത് എനക്ക് 3 പോയിന്റ് കിട്ടിയതിനാൽ ഇവക്ക് 1 പോയിന്റ് കിട്ടിയതിനാൽ അപ്പൊ ഇവളെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൈ ഇങ്ങനെ ഇങ്ങനെ നോക്കി, എനിക്ക് എത്ര പോയിന്റ് കിട്ടി? 1. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതലായിരിക്ക എനിക്ക്. അപ്പം ഈ ക്വസ്റ്റ്യന്റെ പോയിന്റ് എനിക്ക് വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ പോയിന്റ് എനിക്ക് വരും. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? അപ്പൊ അനക്കെത്രയാ? അനക്ക് 3, ഇവക്ക് ഉണ്ട. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ചിത്രം നന്നായി ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് പറയൂ ഇതിൽ ഈ കുട്ടിയുടെ അമ്മ ആരാണ്? A, B അതോ C? നന്നായി ആലോചിക്കൂ. ഞാൻ പറഞ്ഞുതരാം. മുടി ഇതായിരിക്കുമല്ലേ? ഞാൻ പറഞ്ഞത് നീല ഡ്രസ് ഇട്ടോണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞുതരാം, തിരികല്ല. പിന്നെ കണ്ണ് നോക്ക്, റൗണ്ട്. ആ പെണ്ണുങ്ങളെ റൗണ്ട്. പിന്നെ പല്ല്, ആ പെണ്ണുങ്ങൾ പല്ലില്ലേ, കുട്ടിക്കൊരു പല്ലുള്ളൂ. പിന്നെ അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഞാന് സിയാ പറഞ്ഞേ. നീ പറയുന്ന മാറ്റി പോയി.
അപ്പൊ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഇല്ല ഞാൻ ചെയ്യാണ് ഇവള് ഞാൻ വാങ്ങിച്ചു ഞാൻ കഴിഞ്ഞിട്ടാണ് ഇവള് പറഞ്ഞത്. എനക്ക് പോയിന്റ് കിട്ടിയാണെങ്കിൽ ബുദ്ധി വേണം, ഐക്യു വേണം. അത് സി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സി പറയുന്നില്ല. അപ്പൊ 2020 ഇവള് ജനിച്ചത്. ഞാൻ പറയുന്നത് 2015 അല്ലെ 2016 പറയും. പക്ഷെ ഈ കുട്ടി ചെറിയ കുട്ടിയല്ലേ, ഈ കുട്ടീന്റെ വയസ്സൊന്നും കാണിക്കുന്നില്ലല്ലോ. അപ്പൊ ഇത് തന്നെ സി ആണ് ആൻസർ. 2020 ഓക്കെ സെറ്റ്. 2020 ഞാൻ സി ആണ് പറഞ്ഞത്. കുട്ടിയെ നോക്കുമ്പോൾ അവന് 1-2 വയസ്സ് മാത്രമാണ് പ്രായം. എ 2015 മരിച്ചത്, ബി 2016 സി 2020 മരിച്ചത്. 4-5 വർഷം മരിച്ചവരാണ്. അതുകൊണ്ട് സി ആയിരിക്കും കുട്ടിയുടെ അമ്മ. അപ്പം എനിക്ക് പോയിന്റ് 4, ഇവക്ക് പോയിന്റ് 0. ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വെക്കണ്ട. ഏറ്റവും കൂടുതൽ പൊട്ട. അപ്പം ഐക്യു ടെസ്റ്റിന്റെ ഭാഗം എന്നാ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ക്ലിയർ എന്നാ അറിഞ്ഞിട്ടുണ്ടാവല്ലോ. അപ്പം ഇവള് പൊട്ടത്തി, ഇവക്ക് ഐക്യു ഇല്ല. നെഹി ഹേ ഐക്യു, നെഹി ഹേ. ഹിന്ദിക്കാർക്ക് വേണ്ടി ഞാൻ ഹിന്ദിയും പറയും. ഓക്കെ ഓക്കെ ബൈ. അപ്പം ഇതേപോലത്തെ കിടിലം പോലത്തെ വീഡിയോ എപ്പോഴും വരുന്നതായിരിക്കും. ഇപ്പം വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ ബൈ. ഇതേപോലത്തെ ഏച്ചി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ ഇപ്പൊ പൊട്ടത്തിയായിട്ടുള്ള ഐക്യു പറഞ്ഞിട്ടുള്ള ഏച്ചി ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്താൽ ബെല്ലൈക്കൺ അമർത്താം, നല്ല നോട്ട് ചെയ്യുക. വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം ഒന്നും പറയാനില്ല. അപ്പം ഓക്കെ ബൈ. നിങ്ങൾ പോയില്ലേ? ഓ അപ്പം എപ്പോഴും വെച്ചില്ലല്ലോ. ഇത് വെക്കില്ല. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് എനിക്ക്.